മലയാളത്തിലെ അടിമുടി ദുരന്ത താരമായിരുന്നു വിൻസെൻ്റ്. സിനിമയെ വെല്ലുന്ന ദുരന്തകഥയാണ് വിൻസെൻ്റിൻ്റേത്. ഒരു കാലത്ത് ആക്ഷൻ ഹീറോ, പിന്നീട് വില്ലൻ വേഷങ്ങളിൽ, ഒടുവിൽ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഗായകനായി ജീവിക്കാനുള്ള പ്രയാണം. 46-ാമത്തെ വയസ്സിൽ അന്ത്യം. ഇതൊക്കെയായിരുന്നു വിൻസെൻ്റ്. വിൻസെൻ്റ് എറണാകുളത്ത് മെറ്റൽ ബോക്സ് എന്ന കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു. കമ്പനി സമരം മൂലം അടച്ചുപൂട്ടി. അങ്ങനെ മദ്രാസിലുള്ള സംഗീത ഗ്രൂപ്പിൽ അംഗമായി എത്തി. ജയഭാരതിയുമായുള്ള ബന്ധമാണ് വിൻസെൻ്റിനെ സിനിമയിലേക്ക് എത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം റെസ്റ്റ് ഹൗസ്, പിന്നീട് മധുവിധു, സ്വപ്നങ്ങൾ, അച്ചാണി തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ, ചന്ദനച്ചോല അടക്കമുള്ള ചിത്രങ്ങളിൽ വിൻസെൻ്റിൻ്റെ ആക്ഷൻ രംഗങ്ങൾ നമ്മൾ കണ്ടു. ജയനു മുമ്പ് ഡ്യൂപ്പ് കൂടാതെ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചത് വിൻസെൻ്റ് ആയിരുന്നു. വിൻസെൻ്റിൻ്റെ കോളനി ഓഫ് പുഞ്ചിരി അക്കാലത്ത് യുവതികളുടെ മനം മയക്കിയിരുന്നു. വിൻസെൻ്റിനെ ഏറെ പ്രണയിച്ചിരുന്നു ജയഭാരതി. വിൻസെൻ്റും ജയഭാരതിയും തമ്മിലുള്ള പ്രണയം അക്കാലത്ത് മാധ്യമങ്ങളിൽ ചർച്ചാ വിഷയമായിരുന്നു, ഗോസിപ്പുകളായി വന്നിരുന്നു. വിൻസെൻ്റിൻ്റെ കോളനി ഓഫ് പുഞ്ചിരിയിൽ ജയഭാരതി വീണുപോയി എന്ന് വേണമെങ്കിൽ പറയാം. അഴകൊത്ത ശരീരഘടനയും നല്ല അഭ്യാസവും കായികാഭ്യാസവും വിൻസെൻ്റിന് സ്വായത്തമായിരുന്നു. സ്വാഭാവികമായും വിൻസെൻ്റിനെ ജയഭാരതി പ്രണയിച്ചു. ഹാരി പോത്തനുമായി ലിവിങ് ടുഗദർ ജീവിതം ആരംഭിക്കുമ്പോഴാണ് വിൻസെൻ്റുമായി ജയഭാരതി പ്രണയത്തിൽ ആകുന്നത്. അതോടുകൂടി ഹാരി പോത്തൻ കലിയിളകി. ഹാരി പോത്തൻ്റെ ഗുണ്ടകൾ വിൻസെൻ്റിനെ വിരട്ടി. വിൻസെൻ്റ് ഭയന്നുപോയി. അങ്ങനെ ജയഭാരതിയും വിൻസെൻ്റും തമ്മിലുള്ള പ്രണയം അവസാനിച്ചു. അതിനുശേഷം വിൻസെൻ്റ് പ്രണയിച്ചത് ഇന്ത്യയിലെ സൂപ്പർ നടിയായ ശ്രീദേവിയായിരുന്നു. ശ്രീദേവി ബാലതാരമായാണ് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് മുൻനിര നായികയായി മാറി മലയാളത്തിൽ. ശ്രീദേവിയുടെ അന്നത്തെ മുഖം മലയാളിത്തമുള്ള മുഖമായിരുന്നു. പിന്നീടാണ് മൂക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ആധുനിക മുഖരൂപം ശ്രീദേവി വരുത്തി തീർത്തത്. വിൻസെൻ്റിൻ്റെ IV ശശി സംവിധാനം ചെയ്ത വിൻസെൻ്റ് ചിത്രങ്ങളിൽ വിൻസെൻ്റിൻ്റെ സ്ഥിരം നായികയായിരുന്നു ശ്രീദേവി. വിൻസെൻ്റിൻ്റെ കോളനി ഓഫ് പുഞ്ചിരി ശ്രീദേവിയെ വശീകരിച്ചു. വിൻസെൻ്റും ശ്രീദേവിയും തമ്മിൽ പ്രണയത്തിലായി. ഇരുവരും അഗാധമായ പ്രണയം. പക്ഷേ ആ പ്രണയത്തിന് ആയുസ് ഉണ്ടായില്ല. അതിവേഗം ശ്രീദേവി തമിഴ് സിനിമയിൽ സൂപ്പർ നടിയായി മാറി. തമിഴ് സിനിമാ ലോകം ശ്രീദേവിയെ ചുറ്റിപ്പറ്റി സഞ്ചരിച്ചു. കമൽഹാസനും ഒത്തുള്ള ശ്രീദേവിയുടെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റായപ്പോൾ വിൻസെൻ്റിനെ ശ്രീദേവി മറന്നു. വിൻസെൻ്റ് മലയാള സിനിമയിൽ പിന്നീട് അധികകാലം പിടിച്ചു നിന്നില്ല. മലയാള സിനിമയിൽ ജയൻ തരംഗം ഉണ്ടായപ്പോൾ വിൻസെൻ്റ് പൂർണ്ണമായും ഔട്ടായി. ജയൻ്റെ ഘനഗാംഭീര്യമുള്ള ശബ്ദവും സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളും പ്രേക്ഷകർക്ക് പ്രിയങ്കരമായപ്പോൾ മലയാളത്തിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോയായ വിൻസെൻ്റിനെ അവർ മറന്നു എന്ന് വേണമെങ്കിൽ പറയാം. വിൻസെൻ്റ് പിന്നീട് വില്ലനായി പല ചിത്രങ്ങളിലും അഭിനയിച്ചു. IV ശശി തൻ്റെ ചിത്രങ്ങളിൽ വിൻസെൻ്റിന് ഒരു റോള് കരുതി വയ്ക്കുമായിരുന്നു. എപ്പോഴും വിൻസെൻ്റിനായി ഒരു റോൾ, അത് IV ശശി കരുതി വച്ചിരുന്നു. അത്രയ്ക്ക് അടുപ്പമുണ്ടായിരുന്നു IV ശശിയും വിൻസെൻ്റുമായി. വിൻസെൻ്റ് അവസാന കാലം വരെയും അഭിനയരംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിച്ചിരുന്നു. ചില പടങ്ങളിലൊക്കെ പിന്നീട് വിൻസെൻ്റ് നായകനായി. അങ്ങനെ വിൻസെൻ്റിൻ്റെ ഇമേജ് തകർന്നടിഞ്ഞു. ഒരു കാലത്തെ പ്രേക്ഷകർക്ക് വിൻസെൻ്റ് ഹരമായിരുന്നു. വിൻസെൻ്റ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കയ്യടികൾ മുഴങ്ങുമായിരുന്നു. അത്ര സാഹസികമായ രംഗങ്ങൾ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കാൻ വിൻസെൻ്റിന് കഴിയുമായിരുന്നു. വിൻസെൻ്റ് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഒരു ദുരന്ത നായകനാണ്. ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന നടന്മാരിൽ ഒരാൾ. നസീറിനും മധുവിനും ശേഷം കടന്നു വന്ന സൂപ്പർ താരം.
പക്ഷേ ആ സൂപ്രധാനത്തിന് ആയുസ് അധികം കൊടുത്തില്ല ദൈവം.